मिठाई वाला। बहुत ही मीठे स्वरों के साथ वह गलियों में घूमता हुआ कहता, बच्चों को बहलाने वाला, खिलौने वाला, ആ മിഠായി വാല എപ്പോഴും നല്ല മധുരമായ സ്വരത്തിൽ ഇങ്ങനെ ഇടവഴികളിലൂടെ നടന്ന് നീങ്ങി ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ബച്ചോं को बहलाने वाला, खिलौने वाला എന്ന്. इस अधूरे वाक्य को वह ऐसे विचित्र किंतु मादक मधुर ढंग से गाकर कहता कि सुनने वाले एक बार अस्थिर हो उठते. അതായത് ഈ അധൂര വാക്യം, അതായത് ഇൻകംപ്ലീറ്റായ ഈ വാക്യം വിചിത്രമായ രീതിയിലാണ് അയാളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോവുക. അതായത് മാദക് മധുർ ഢങ്സെ, അതായത് മാദക് എന്ന് പറഞ്ഞാൽ മസ്ത്, അതായത് നല്ല എനർജിയോടെ മധുരമായ രീതിയിലാണ് ഇങ്ങനെ പാടി പോവുക. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അസ്ഥിർ, അതായത് ജോ സ്ഥിർ ന ഹോ, അതായത് അവിടെ അവർക്ക് ഇരിക്കപ്പൊറുതിയില്ല എന്ന് പറയത്തില്ല, അത് നോക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരാഗ്രഹം തോന്നും. ഉസ്കെ സ്നേഹാഭിഷിക്ത് കണ്ഠ് സെ ഫൂട്ടാ ഹുവ ഗാൻ സുൻകർ നിക്കട്ട് കെ മക്കാനോ മേ ഹൽച്ചൽ മൽ ജാതി. സ്നേഹാഭിഷിക്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടുള്ള ആ വിളി അല്ലേ, ആ സ്നേഹാഭിഷിക്ത് കണ്ഠ്, ആ വിളിക്കുന്നത് ഫൂട്ടാ ഹുവ ഗാൻ സുൻകർ, ആ പാട്ട് കേട്ടിട്ട് എല്ലാവരും ആ ചുറ്റുവട്ടമുള്ള വീടുകളിൽ നിന്നും എല്ലാം അവിടെ ഇങ്ങനെ ആരാ അത് വിളിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹത്തിലൊരു ഹൽച്ചലായിരിക്കും, ആകെ കൂടെ ഒരു ബഹളമായിരിക്കും. छोटे छोटे बच्चों को अपनी गोद में लिए युवतियाँ चिकोम को उठाकर छज्जों पर नीचे झांकने लगती. छज्जों पर എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ആ മുമ്പോട്ടിങ്ങനെ മുമ്പിലോട്ട് നിൽക്കുന്ന ഒരു സ്ഥലം, ഛത്ക ആകെ വാല ഭാഗം, അതിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഗലിയോം और उनके अंतर्व्यापी छोटे छोटे उद्यानों में खेलते और इठलाते हुए बच्चों का झुंड ഉസെ ഘേർ ലേത്ത. അന്തർവ്യാപി ഛോട്ടെ ഛോട്ടെ, അന്തർവ്യാപി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബീച്ച് മേ ഫെലാ ഹുവ, അത് നടുവിൽ ഇങ്ങനെ ഉദ്യാനം പോലെ ഉണ്ടാവില്ലേ, ഗാർഡൻ. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളെ, കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ കുട്ടികളെയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ, ഇട്ലാത്തെ ബച്ചോं का झुंड ഉസെ ഘേർ ലേത്ത, ആ കുട്ടികൾ ഓടിച്ചെന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അല്ലേ, झुंड എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഖിലോനെ വാലിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. ബാറ്റ്കർ ഖിലോനയ്ക്ക് പേട്ടി കോൽ ദേത്ത. അതിനുശേഷം ഖിലോനെ വാല എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് ഖിലോനെ വാല വഹി ബാറ്റ്കർ ഖിലോനയ്ക്ക് പെട്ടി കോൽ ദേത്ത, അവിടെ ഇരുന്നിട്ട് തന്നെ ഈ ബോക്സ് തുറക്കും കളിപ്പാട്ടത്തിൻ്റെ. ബच्चे खिलौने देखकर पुलकित हो उठते. അത് കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പുളക്കിത് ഹോന എന്ന് പറഞ്ഞാൽ സന്തോഷപ്പെടുക. पैसे लेकर खिलौने का मोलभाव करने लगते. पूछते इसका दाम क्या है और इचका. ഇതൊക്കെ കുട്ടികളിങ്ങനെ തോത്ല, അതായത് ഇങ്ങനെ അവർക്ക് വേർഡ്സ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നില്ല അല്ലേ. ഇച്ക എന്ന് പറഞ്ഞാൽ ഇസ്ക, ഓൾ ഇച്ക എന്ന് പറഞ്ഞാൽ ഇസ്ക ഓർ ഇസ്ക, അങ്ങനെയാണ് കുട്ടികൾ ചോദിക്കുന്ന രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. खिलौने वाला बच्चों को देखता और उनकी नन्ही नन्ही उंगलियों से पैसे ले लेता और बच्चों की इच्छानुसार उन्हें खिलौने देता. അങ്ങനെ കുട്ടികളോട് ഇങ്ങനെ കാശ് മേടിക്കും, ആ കുഞ്ഞു കുഞ്ഞു വിരലുകൾ അല്ലേ, കൈകളിൽ നിന്നും ആ കാശ് മേടിച്ചിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള, ഇച്ഛാനുസാർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടം എടുത്ത് കൊടുക്കും. खिलौने लेकर फिर बच्चे उछलने कूदने लगते और तब फिर खिलौने वाला उसी प्रकार गाकर कहता. അങ്ങനെ കുട്ടികൾ കളിപ്പാട്ടമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഉച്ചലിനെ കൂദ്നെ, ഇങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങും. അതിനുശേഷം അതേപോലെ ഇങ്ങനെ പാട്ട് പാടി ഖിലോനെ വാല പോകും. ബച്ചോं को बहलाने वाला, खिलौने वाला എന്ന് പറയും. सागर की हिलोर की भांति उसका यह मादक गान गली भर के मकानों में इस ओर से उस ओर तक लहराता हुआ पहुंचता और खिलौने वाला आगे बढ़ जाता. മക്കാനോ മേ, അതായത് ഗലീബർ മക്കാനോ മേ, ആ ഇടവഴിയിലൂടെയുള്ള ആ വീടുകളിലൊക്കെ അയാളിങ്ങനെ വിളിച്ചിങ്ങനെ പോകുമ്പോൾ, അതായത് ബച്ചോं को बहलाने वाला, खिलौने वाला എന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതൊരു തിരമാലകളെ പോലെ അല്ലേ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്, എന്നിട്ട് എല്ലാവരുടെയും ചെവികളിൽ എത്തുകയാണ് അല്ലേ. ഖിലോനെ വാല അങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. राय विजय बहादुर के बच्चे भी एक दिन खिलौने लेकर घर आए. वे दो बच्चे थे, चुन्नू और मुन्नू. चुन्नू जब खिलौने ले आया तो बोला, मेला गोला കേച്ച ചുന്തലേ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ പറയത്തില്ലേ, വേർഡ്സ് ക്ലിയർ ആവാത്ത കുട്ടികൾ. അപ്പോൾ മേരാ ഘോഡ കേസ സുന്ദർ ഹേ, കിത്ന സുന്ദർ ഹേ എന്ന രീതിയിലാണ് ആ കുട്ടി പറയുന്നത് അല്ലേ. അത് വിജയ് ബഹാദൂറിൻ്റെ 2 കുട്ടികളാണ്. അവരും എന്ത് ചെയ്തു, എക് ദിൻ ഖിലോനയിലേക്കർ ഘറായ, 2 കുട്ടികളും കളിപ്പാട്ടം കൊണ്ട് വീട്ടിൽ വന്നു. ചുന്നു മുന്നു എന്നായിരുന്നു അവരുടെ പേര്. മുന്നു ബോല, ഓൾ ദേഖോ മേല കേച്ച ചുന്തലേ, എൻ്റെ നോക്കൂ കളിപ്പാട്ട് എത്ര സുന്ദരമാണെന്ന്, ഇനി നോക്കൂ എൻ്റെ. മീര കേസ സുന്ദർ ഹേ എന്നാണ് ആ കുട്ടി ചോദിച്ചത്.
दोनों अपने हाथी घोड़े लेकर घर भर में उछलने लगे। इन बच्चों की माँ रोहिणी कुछ देर तक खड़े खड़े उनका खेल निरखती रही। अंत में दोनों बच्चों को बुलाकर उसने पूछा, अरे ओ चुन्नू मुन्नू, ये खिलौने तुमने कितने में लिए हैं? മുന്നു बोला 2 पैसे में खिलौना वाला दे गया है. അങ്ങനെ രണ്ടുപേരുടെയും ഹാത്തി ഘോട, അതായത് എലിഫൻറ്റിൻ്റെയും കുതിരയുടെയൊക്കെ കളികളല്ലേ, ലേക്കർ ഘർ ഭർ മേ ഉച്ചലിനെ ലേക്ക, അതും പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി വീടിൻ്റെ ഉള്ളിൽ. ആ സമയത്ത് അവരുടെ അമ്മ രോഹിണി കുറേ നേരം ഇങ്ങനെ നോക്കി അവരെ നിരക്തി രഹി, അവരെ ഇങ്ങനെ നോക്കി നിന്നു അല്ലേ, സ്നേഹത്തോടെ. അതിനുശേഷം അന്തമേ ദോനോ ബച്ചോ കോ ബുലാക്കർ ഉസ്നെ പൂച്ച, അതിനുശേഷം ചോദിച്ചു, ചുന്നു മുന്നു ഇതിന് എത്ര കാശായും ചോദിച്ചു. അപ്പോൾ 2 पैसे में എന്ന് പറയും, 2 കാശേ ആയിട്ടുള്ളൂ, ആ കാലത്ത് കൊടുക്കുന്ന കാശാണ്, 2 കാശേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. खिलौने वाला दे गया था, दे गया ये എന്ന് പറഞ്ഞു. रोहिणी सोचने लगी, इतने सस्ते कैसे दे गया ये तो वही जाने, लेकिन दे तो गया ही है, इतना तो निश्चय है. അപ്പോൾ എങ്ങനെ ഇത്ര കുറവ് കാശിൽ അയാൾ കൊടുത്തു? പക്ഷേ കൊടുത്തത് എന്നത് ശരിയല്ലേ, ഇത് നിശ്ചയമല്ലേ, ഇത് ശരിയല്ലേ എന്ന് പറഞ്ഞു. एक ज़रा सी बात ठहरी, रोहिणी अपने काम में लग गई. फिर कभी इस प्रकार विचार करने की आवश्यकता भी भला क्यों पड़ती? ज़रा सी बात ठहरी, അത് വലിയ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ രോഹിണി കാമ്മേ ലഗി, അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടു, അതെല്ലാം മറന്നു. ഫിർ കഭി ഉസേ ഇസ് പർ വിചാർ കർനെ കി ആവശ്യകത ഭി ഭല ക്യൂ പടുത്തി, പിന്നെ അതിന് വേണ്ടി ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം രോഹിണിക്ക് പിന്നെ വന്നിട്ടില്ല. 6 महीने बाद, അങ്ങനെ 6 മാസം കഴിഞ്ഞു. नगर भर में 2-4 दिनों में एक मुरली वाले के आने का समाचार फैल गया. लोग कहने लगे, भाई वाह, मुरली बजाने में वह एक ही उस्ताद है, मुरली बजाकर गाना सुनाकर वह मुरली बेचता भी है, सो भी 2 पैसे में. भला इसमें उसे क्या मिलता होगा, मेहनत भी तो ना आती होगी. അങ്ങനെ നഗരത്തിലെ എല്ലാവരും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആ സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. ഒരാൾ പറയുകയാണ്, ഭൈ വാ മുരളി ബജാനമേ വ ഏകി ഉസ്താദ്, അയാൾ ഒരാൾ മിടുക്കനായിട്ടുള്ള ഉസ്താദ്. മുരളി ബജാക്കർ ഗാന സുനാക്കർ വ മുരളി ബേച്ച്താ ബി ഹെ. മുരളി അതായത് ഫ്ലൂട്ട്, മുരളി എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട് വായിക്കുക മാത്രമല്ല, പാട്ട് പാടുകയും ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ തന്നെ അയാൾ വിൽക്കുകയും ചെയ്യുകയാണ്. സോ ഭി 2 पैसे में, 2 കാശ്, അതായത് 2 पैसेക്ക്. भला इसमें उसे क्या मिलता होगा, मेहनत भी तो ना आती होगी, എത്ര പണി ഉണ്ടാവും അതിൽ അല്ലേ, അപ്പോൾ ഹാർഡ് വർക്ക് ഉണ്ടാവും അതിൽ, എന്നിട്ടും ഇത്രയും ചെറിയ കാശിലാണല്ലോ അയാൾ വിൽക്കുന്നത്. एक व्यक्ति ने पूछ लिया, कैसा है वह मुरली वाला, मैंने तो उसे नहीं देखा. ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഒരാൾ ചോദിച്ചു അല്ലേ, മുരളി വാല, मैंने तो उसे नहीं देखा, ഞാൻ കണ്ടിട്ടില്ലല്ലോ. उत्तर मिला, उम्र तो उसकी अभी अधिक न होगी, यही 30-32 का होगा, दुबला पतला या गोरा युवक है, बिकनेरी रंगीन साफा बांधता है. അതായത് ഉംറ, അത്ര പ്രായമൊന്നും ഉണ്ടാവത്തില്ല, അയാൾക്ക് ഒരു 32 വയസ്സേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ദുബ്ല പത്ല ഗോറ യുവക്, നല്ല മെലിഞ്ഞിരിക്കുന്ന വെളുത്ത യുവാവ്. ബിക്കാനേരി രംഗീൻ സാഫ ബാന്ത ഹെ, ബിക്കാനേരി അതിൻ്റെ പഗടി തൊപ്പി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ, കെട്ടുന്ന ആളല്ലേ. വഹി തോ നഹി ജോ പഹലെ ഖിലോനെ ബേച്ചാ കർത്താ താ, അയാളായിരിക്കും ആ കളിപ്പാട്ടം വിൽക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. ക്യാ വ പഹലെ ഖിലോനെ ബി ബേച്ചാ കർത്താ താ, ഓ കളിപ്പാട്ടം വിൽക്കുമായിരുന്നോ പണ്ട് എന്ന് ഒരാൾ. हाँ, जो आकार प्रकार तुमने बतलाया उसी प्रकार का वह भी था. ആ ഏകദേശം ആകൃതി ഇതൊക്കെ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് അയാളുണ്ടായിരുന്നത് എന്ന് ഒരാൾ പറഞ്ഞു. तो वही होगा, पर भाई है वह एक उस्ताद, ശരിക്കും അയാൾ തന്നെ ആയിരിക്കും, പക്ഷെ അയാൾ ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു, ഉസ്താദാണ്. प्रतिदिन इसी प्रकार उस मुरली वाले की चर्चा होती. प्रतिदिन नगर की प्रत्येक गली में उसका मादक मृदुल स्वर सुनाई पड़ता. बच्चों को बहलाने वाला मुरली वाला, അങ്ങനെ ആ മുരളിവാലയെ പറ്റി തന്നെ, അതായത് ആ ഫ്ലൂട്ട് വിൽക്കുന്ന ആളെ പറ്റി തന്നെയായി എല്ലാവരും എന്നും ഇങ്ങനെ ചർച്ച. അവിടെ ആ ഗലിയിൽ, ആ ഇടവഴികളിലൊക്കെ എല്ലാവരും ഇങ്ങനെ അതിനെപ്പറ്റി, അയാളെപ്പറ്റി തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാദക് മൃദുൽ സ്വർ, അതായത് നല്ല മസ്തായിട്ടുള്ള ആ നല്ല എനർജിയും പിന്നെ ആ നല്ല മൃദുലമായ ആ സ്വരം, അതിനെപ്പറ്റി തന്നെയായിരുന്നു പിന്നെ അവരുടെ സംസാര വിഷയം. ആ പാട്ടിനെ പറ്റിയും അയാളുടെ ആ വിളി അല്ല, അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു. रोहिणी ने भी मुरली वाले का यह स्वर सुना. तुरंत ही उसे खिलौने वाले का स्मरण हो गया.
उसने मन ही मन कहा खिलौने वाला भी इसी तरह गा गा कर खिलौने बेचा करता था. രോഹിണിയും അത് കേട്ടു. ഒരു മുരളിവാല ആളുടെ സൗണ്ട് കേട്ടു, ഇങ്ങനെ വിളിച്ച് പറയുന്നത് ബച്ചോങ്കോ ബെഹലാനെ വാല മുരളിവാല എന്ന്. അപ്പോൾ രോഹിണിക്കും ഓർമ്മ വന്നത് ആ കളിപ്പാട്ടം വിൽക്കുന്ന ആളെ പറ്റിയായിരുന്നു. അയാളായിരുന്നു ഇങ്ങനെ ഒച്ചത്തിൽ നല്ല മൃദുല നല്ല സോഫ്റ്റ് വോയിസിൽ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു ഒച്ചത്തിൽ അല്ലേ. അപ്പോൾ രോഹിണിക്കും ഓർമ്മ വന്നു. उसने मन ही मन कहा खिलौने वाला भी इसी तरह गा गा कर खिलौने बेचा करता था. रोहिणी उठकर अपने पति विजय बाबू के पास गई. ज़रा उस मुरली वाले को बुलाओ तो चुन्नू मुन्नू के लिए ले लूँ, क्या पता यह फिर इधर आए न आए, वे भी जान पड़ता है पार्क में खेलने निकल गए हैं. അപ്പോൾ വേഗം രോഹിണി പോയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം പോയിട്ട് ആ മുരളിവാലയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ചുന്നു മുന്നുവിന് വേണ്ടിയിട്ട് ഇത് ഫ്ലൂട്ട് മേടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളും കളിക്കാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് വിജയ് ബാബു ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. ഉസി തര ഉസ്സേ ലിയേ ഹുവേ വേ ദർവാസെ പർ ആക്കർ മുരളി വാലെ സെ ബോല. അതും പിടിച്ചിട്ട് ഇങ്ങനെ മുരളി വാലയുടെ ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു. ക്യൂ ഭായ് കിസ് തര ദേത്തെ ഹോ മുരളി, എത്രയാണ് കാശെന്ന് ചോദിച്ചു. മുരളിക്ക് എങ്ങനെയാണ് വില, അതായത് ഫ്ലൂട്ടിന് എങ്ങനെയാണ് വില എന്ന് ചോദിച്ചു. किसी की टोपी गली में गिर पड़ी, किसी का जूता पार्क में ही छूट गया और किसी की सोथनी ही ढीली होकर लटक आई है. അപ്പോൾ അവിടുന്ന് ഇവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ വിജയ് ബാബു എങ്ങനെയുണ്ട്, അതിന് വില എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ആ സമയത്ത് കുട്ടികളിങ്ങനെ ഓടി വരുന്നതാണ് ആ സന്ദർഭം. അതായത് കിസിക്ക് ടോപ്പി ഗലിമേ, ചിലവരുടെ തൊപ്പി ഇങ്ങനെ താഴെ വീണു പോവുകയാണ്. ജൂത്ത പാർക്ക് മേ ചൂട്ടി, ആ പാർക്കിൽ തന്നെ അവിടെ ഇങ്ങനെ ഷൂസും ഇങ്ങനെ ഇട്ടിട്ട് ഓടി വരികയാണ് അവർ. ഓർ കിസിക്ക് സോത്തിനി, അതായത് പെജാമ, പാൻറ്റ് വരെ ലൂസായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഢീലി ഹോക്കർ ലട്ടക്കായി ഹെ, എന്നിട്ടും അവരിങ്ങനെ ഓടി വരികയാണ് ഖിലോനെ വാലയുടെ അടുത്തേക്ക്. ഇസ്തര ദോട്ടെ ഹാഫ്ത്തെ, ഇങ്ങനെ ശ്വാസം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഓടി വരികയാണ് കുട്ടികൾ. കജുണ്ട് ആ പहुंचे, കുട്ടികളുടെ ആ കൂട്ടം വന്നു ചേർന്നു അവിടെ. एक स्वर से सब बोल उठे हम भी लेंदे ली और അങ്ങനെ ഇങ്ങനെ കുട്ടികളുടെ ആ സ്വരത്തിൽ ആ ഭാഷയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കും മുരളി വേണം, ഞങ്ങൾക്കും വേണം, ഹംബി ലേങ്കെ മുരളി എന്ന രീതിയിൽ പറഞ്ഞു. മുരളി വാല ഹർഷ് ഗദ്ഗദ് ഹോ ഉട്ടാ, बोला सबको देंगे भैया लेकिन ज़रा रुको ठहरो एक एक को देने दो. അങ്ങനെ പറഞ്ഞു. നിൽക്കി സന്തോഷത്തോടെ ഇങ്ങനെ കുട്ടികളെ കണ്ടപ്പാടെ അയാൾക്ക് വളരെയധികം സന്തോഷം തോന്നി അല്ലേ. എന്നിട്ട് പറഞ്ഞു നിൽക്കൂ, ഞാൻ എല്ലാവർക്കും തരാം, എൻ്റെ കയ്യിൽ കുറേ മുരളി ഉണ്ടെന്ന് പറഞ്ഞു. समय मेरे पास 1-2 नहीं पूरी 57 बेचने तो आए ही हैं और हैं भी. इस समय मेरे पास 1-2 नहीं पूरी 57, ഞാൻ എവിടെയും പോകുന്നില്ല, ലോട്ട് थोड़े ही जाऊँगा, बेचने तो आए हैं, വിൽക്കാനല്ലേ വന്നിരിക്കുന്നത്, എൻ്റെ കയ്യിൽ 1-2 പോലും അല്ല, 57 ഉണ്ടെന്ന് പറഞ്ഞു. हाँ बाबूजी क्या पूछा था आपने, कितने में दी, എത്രയ്ക്കാണെന്നാണോ ചോദിച്ച ബാബുജി എന്ന്. അപ്പോഴേക്കും ചുന്നു മുന്നുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. दिन तो वैसे 3-3 पैसे के हिसाब से हैं पर आपको 2-2 पैसे में ही दे दूँगा. എല്ലാവർക്കും 3 രൂപ വെച്ചിട്ടാണ് തന്നത്, പക്ഷേ സാറിനാണെങ്കിൽ 2 രൂപ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. വിജയ് ബാബു ഭീതർ ബാഹർ ദോനോ രൂപോ മേ മുസ്കുറാ ദിയേ, മനസ്സിനകത്തും ഇങ്ങനെ പുറത്തും ഇങ്ങനെ ചിരിച്ചു, മനസ്സിൻ്റെ ഉള്ളിലും ചിരി വരുന്നുണ്ടായിരുന്നു. മൻഹിമൻ कहने लगे कैसा है, देता तो सबको इसी भाव से है पर मुझ पर उल्टा एहसान लाद रहा है. എല്ലാവർക്കും ഒരേപോലെയാണ് കാശ് മേടിക്കാറുണ്ട്, ഇത്രയും എന്താ വ്യത്യാസം എന്ന രീതിയിൽ അയാൾ പറഞ്ഞു. ചുന്നു മുന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ മുരളിവാല എക്ദം അപ്രതിഭ ഉട്ടാ, അപ്രതിഭ എന്നാൽ ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇങ്ങനെ സുസ്തായിപ്പോയി. बोला आपको क्या पता बाबूजी इनकी असली लगत क्या है, यह तो ग्राहकों का दस्तूर होता है कि ग्राहक क्या जानता है कि इनकी असली लगत क्या है. यह तो ग्राहकों का दस्तूर होता है कि दुकानदार चाहे हानि उठाकर चीज़ क्यों न बेचे पर ग्राहक यही समझते हैं दुकानदार मुझे लूट रहा है. ആൾക്കാർ വിചാരിക്കും, അതായത് ഗ്രാഹകർ, അതായത് കസ്റ്റമർ വിചാരിക്കും ഈ കടക്കാർക്ക് ആണ് കൂടുതൽ ലാഭം എന്നാണ് എപ്പോഴും വിചാരിക്കുക. ആ ഭല കാഹേക്കോ വിശ്വാസ് കരെങ്കിൽ, നിങ്ങൾക്ക് എന്തിന് വിശ്വാസം വരണം. ലേക്കിൻ സച്ച് പൂച്ചിയെ തോ ബാബുജി അസ്ലി ദാം 2 ही पैसा है, ശരിക്കും 2 രൂപയാണ്. आप कहीं से 2 पैसे में ही मुरली नहीं ला पाएंगे, 2 രൂപയ്ക്ക് എവിടെയും കിട്ടത്തില്ല. मैंने तो पूरी 1000 बनवाई थी तब मुझे इस भाव पड़े. 1000 ഞാൻ ഉണ്ടാക്കിയത്, ആ സമയത്താണ് അപ്പോഴാണ് ഈ കാശിൽ അത് ശരിയായി വരുന്നത്. വിജയ് ബാബു പോലെ അച്ഛാ മുझे ज़्यादा वक्त नहीं है जल्दी से दो ठो निकाल दो, 2 എണ്ണം എടുക്കാൻ പറഞ്ഞു. കാരണം 2 കുട്ടികളല്ലേ ചുന്നു മുന്നു. तो 2 मुरलियाँ लेकर विजय बाबू फिर मकान के भीतर पहुँच गए.
അങ്ങനെ വീടിൻ്റെ ഉള്ളിലെത്തി. मुरली वाला देर तक उन बच्चों के झुंड में मुरलियाँ बेचता रहा. उसके पास कई रंग की मुरलियाँ थी. बच्चे जो रंग पसंद करते मुरली वाला उसी रंग की मुरली निकाल देता. അപ്പോൾ രണ്ട് കുട്ടികൾക്കും വേണ്ടിയുള്ള മുരളി വീട്ടിലോട്ട് കൊണ്ടുവന്നു വിജയ് സാബ്. അതിനുശേഷം ആ സമയത്തും അയാൾ ആ കുട്ടികളുടെ ആ കൂട്ടത്തിൽ കുറേ നേരം ഇങ്ങനെ നിന്നു. അതായത് അവർക്ക് ആ കളിപ്പാട്ടം തന്നിട്ടും അവരുടെ അടുത്ത് സംസാരിച്ചിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള, അതായത് രംഗ് ബിരംഗി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലൂട്ട്സ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. മുരളി വാല ഉസി रंग की മുരളി നിക്കാൽ ദേത്ത, അതേ കളറിൻ്റെ തന്നെ അവർക്ക് എടുത്തു കൊടുക്കും. ये बड़ी अच्छी मुरली है, तुम यही ले लो बाबू. ഇതൊക്കെ അവരുടെ കോൺവെർസേഷനാണ്. അതായത് അയാൾ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്നിട്ട്. ഈ നല്ല മുരളിയാണ്, ഇതെടുത്തോളൂ, ഇതല്ലേ നല്ലത്, പിന്നെ എങ്ങനത്തെ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, തുമക്ക് വഹി ദേങ്കെ യെല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ഓറഞ്ച് കളർ, നാരങ്ങി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിലുള്ളതുണ്ട്, പിന്നെ വേണ്ട അതെടുത്തോളൂ. പിന്നെ അച്ഛാ യെല്ലോ തുമാരെ ലിയെ മെന്നെ പെഹലേ സേ ഹി നിക്കാൽ റക്കിയ, ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തുമക്കോ പൈസെ നഹി മില്ലേ, കാശ് കിട്ടിയില്ല, അപ്പോൾ തുമ്നെ അമ്മ സെ ठीक तरह मांगे न होंगे, അമ്മയടുത്ത് ശരിക്കും ചോദിച്ചു കാണില്ല. ധൂത്തി പകഡ്കർ पैरों में लिपटकर അമ്മ से पैसे मांगे जाते हैं बाबू, എങ്ങനെ അമ്മയടുത്ത് നിന്ന് കാശ് മേടിക്കണമെന്ന് പോലും ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഫിർ ജാവോ അബ് കി ബാർ മിൽ ജായെങ്കെ, ഇപ്രാവശ്യം അമ്മയടുത്ത് ചോദിക്കുമ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടും. ധ്വനി ഹേ, അങ്ങനെ ചേഞ്ച് ചോദിക്കും. പിന്നെ തോ ക്യാ ഹുവാ, ये लो पैसे वापस लो, ठीक हो गया ना ഹിസാബ്, ഇങ്ങനെ ബാക്കി കൊടുക്കും. എന്നിട്ട് പറയും ഇപ്പോൾ ശരിയായാലോ കണക്കൊക്കെ. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക്. മിൽഗയെ പൈസ, കാശ് കിട്ടിയോ, എന്നിട്ട് പറയും കണ്ട ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ലേ, തെർക്കീം, എൻ്റെ ഐഡിയ ശരിയായില്ലേ എന്നൊക്കെ പറഞ്ഞു. തിരിച്ച് ആ കുട്ടിയുടെ അമ്മയുടെ കാല് പിടിച്ച് കാശൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും അങ്ങനെയും പറഞ്ഞു. അച്ഛാ അബ് തോ കിസിക്കോ നഹി ലേനാ ഹേ, സബ് ലേ ചുക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ, ഇനി ആർക്കും മേടിക്കാനില്ലല്ലോ. തുമാരി മാക്കെ പാസ് പൈസ നഹി, ഒരാൾ വരുമ്പോൾ അയാളുടെ കയ്യിൽ കാശില്ല, അമ്മയുടെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ വെറുതെ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തോ അബ് മേ ചൽത്താ ഹൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ അയാൾ ഇസ് തരം മുരളിവാല ഫിർ ആകെ ബഡ് ഗയ, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിപ്പോയി. आज अपने मकान में बैठी हुई रोहिणी मुरली वाले की सारी बातें सुनती रही. आज भी उसने अनुभव किया, बच्चों के साथ इतने प्यार से बातें करने वाला फेरी वाला पहले कभी नहीं आया. फिर वह सौदा भी कैसा सस्ता बेचता है. അപ്പോൾ അങ്ങനെ മുരളി വാലയെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് രോഹിണി. മുരളി വാലയ്ക്ക് സാരി ബാത്തേ സുൻത്തി റഹി, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആജ് ഭി ഉസ്നെ അനുഭവ് കിയ कि बच्चों के साथ इतने प्यार से, എത്ര സ്നേഹത്തോടെയാണ് മനസ്സിലാക്കി കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അയാൾ. ഫെരി വാലി പഹലി കഭി നഹി ആയ, ഇങ്ങനെ സംസാരിക്കുന്ന ആരും ഇതുവരെ വന്നിട്ടില്ല. ഫിർ വ സൗദാ ഭി കേസ സസ്ത, എത്ര കുറഞ്ഞ വിലയ്ക്കാണ് അയാൾ ഈ സാധനങ്ങൾ വിൽക്കുന്നത്. ഭല ആദ്മി ജാൻ പടുത്താ ഹെ സമയ കി ബാത് ഹെ ജോ ബേച്ചാര ഇസ് തര മാറാ ഫിർത്താ ഹെ. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും ചീത്ത സമയമായിരിക്കും അയാൾക്ക്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വിറ്റ് നടക്കുന്നത് അയാൾ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു രോഹിണി ഇരുന്നിട്ട്. इसी समय मुरली वाले का क्षीण स्वर दूसरी निकट की गली से सुनाई पड़ा. बच्चों को बहलाने वाला मुरली वाला. അതേ സമയത്ത് മുരളി വാല, അതായത് ആ ഫ്ലൂട്ട് വയ്ക്കുന്ന ആളുടെ സൗണ്ട് ഇങ്ങനെ ക്ഷീൺ സ്വർസെ, അതായത് ക്ഷീണിച്ചു, ഇങ്ങനെ സമയം പോവുകയല്ലേ, അപ്പോൾ ക്ഷീൺ സ്വർസെ ഇങ്ങനെ ചെറിയ സൗണ്ടിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. രോഹിണി ഇസെ സുൻകർ മൻ ഹി മൻ कहने लगी, और स्वर कैसा मीठा है इसका. അതുമാത്രമല്ല അയാളുടെ സൗണ്ട് എത്ര സ്വീറ്റാണ് അല്ലേ, നല്ല സ്വീറ്റ് വോയിസ് ആണ് അയാളുടെ. बहुत दिनों तक रोहिणी को मुरली वाले का मीठा स्वर और उसकी बच्चों के प्रति वे स्नेहसिक्त बातें याद आती रही. ആ സമയത്ത് രോഹിണി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയല്ലേ, അയാളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് സൗണ്ടും കേട്ടു. എന്നിട്ട് പറയുകയാണ് എത്ര നല്ല മനോഹരമായ ശബ്ദമാണ് അയാളുടെ, എത്ര നല്ല മനോഹരമായ ശബ്ദമാണ്. അതുമാത്രമല്ല അയാളുടെ और उसकी बच्चों के प्रति वह സ്നേഹസിക്ത് ബാത്തേം എന്ന് പറഞ്ഞാൽ നല്ല പ്രേമേ ഡൂബാ ഹുവ, അതായത് നല്ല സ്നേഹത്തോടെയുള്ള ആ വർത്തമാനം അതുവരെ ഇങ്ങനെ ഓർക്കുകയാണ് രോഹിണി. മഹീനയ്ക്ക് മഹീനെ ആയേ ഓർ ചലേഗെ, അങ്ങനെ കുറേ മാസങ്ങളിങ്ങനെ കടന്നുപോയി എന്നാണ് പറയുന്നത്. ഫിർ മുരളിവാല ന ആയ, പിന്നെ മുരളിവാല പിന്നെ വന്നിട്ടും ഇല്ല. ധീരെ ധീരെ ഉസ്കി സ്മൃതി ഭി ക്ഷീൺ ഹോ ഗയി, അങ്ങനെ മറക്കാൻ തുടങ്ങി, ആ കാര്യങ്ങളൊക്കെ രോഹിണി മറക്കാൻ തുടങ്ങി. 8 മാസ് ബാദ്, അതായത് 8 മാസം കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ്. സർദി കെ ദിൻ थे, रोहिणी स्नान करके मकान की छत पर चढ़कर ആജാനുലംബിത് കേശ് രാശി സുഖാ രഹി തി. അതായത് തണുപ്പ് സമയമായിരുന്നു. ആ സമയത്ത് രോഹിണി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ
ഇങ്ങനെ മുടി ഇങ്ങനെ ഉണക്കാനായിട്ട്. നീളമുള്ള മുടിയായിരുന്നു, മുട്ടുവരെയുള്ള മുടി, അതായത് ആജാനുലംബിത്, മുട്ടുവരെ നീളമുള്ള മുടി എന്നാണ് പറയുന്നത്. കേശരാശി എന്ന് പറഞ്ഞാൽ മുടി, ഇങ്ങനെ മുടിയുടെ കൂട്ടം, മുടി. सूखा रही थी. इस समय नीचे की गली में सुनाई पड़ा बच्चों को बहलाने वाला मिठाई वाला. വീണ്ടും അതേപോലത്തെ സൗണ്ട് കേട്ടു. പക്ഷെ ഇപ്രാവശ്യം എന്തായിരുന്നു? മിഠായി വാല എന്നാണ് അയാൾ വിളിച്ചു പറയുന്നത്. मिठाई वाले का स्वर उसके लिए परिचित था. झट से रोहिणी नीचे उतर आई. उस समय उसके पति मकान में नहीं थे. हाँ, उनकी वृद्ध दादी थी. അപ്പോൾ മിഠായി വാലയുടെ ആ സൗണ്ട് കേട്ട് എവിടെയോ കേട്ട പോലെ തോന്നിയിട്ട് വേഗം രോഹിണി നീച്ചെ ഉത്തരായി. താഴെ പരിചിത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്ന ഏതോ സൗണ്ടാണെന്ന് തോന്നിയിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് നോക്കും. ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മ, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, അതായത് അമ്മൂമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. രോഹിണി നിക്കട്ട് ആക്കർ ബോലി, ദാദി ചുന്നു മുന്നൂക്കിലെ മിഠായി ലേനി ഹെ, ജറ കമരെ മേ ചൽക്കർ ടെഹരാവോ. ഒന്ന് പോയിട്ട് ആ മിഠായിക്കാരനെ ഒന്ന് നിർത്തുമോ, ചുന്നു മുന്നുവിന് വേണ്ടിയിട്ട് സ്വീറ്റ്സ് മേടിക്കാനുണ്ട്. ഞാൻ അവിടെ എങ്ങനെ പോകാനാണ് ഈ സമയത്ത്? കോയി ആത്താന ഹോ, ജറ ഹട്ട്കർ മേ ബി ചിക്കി ഓട്ട് മേ ബാठी रहूँगी. ഞാൻ ഘൂങ്കട്ടിട്ടിട്ട് ഇങ്ങനെ തലയിലൂടെ മൂടുന്ന അല്ലേ, ഘൂങ്കട്ടിട്ടിട്ട് അവിടെ സൈഡിൽ ഇരുന്നിട്ട് കേട്ടോളാം. അമ്മൂമ്മ പോയിട്ട് അയാളെ ഒന്ന് നിർത്തിയിട്ട് മിഠായി മേടിക്കുമെന്ന് പറഞ്ഞു. ദാദി ഉട്ട്കർ കമരെ മേ ആക്കർ ബോലി, ഹേ മിഠായി വാലെ ഇധർ ആന. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു, മിഠായി വാല ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. മിഠായി വാല നിക്കട്ട് ആകയാ ബോല. നിക്കട്ട് ആന എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിത്നി മിഠായി ദൂമാ, എത്ര തരണം അമ്മയെന്ന് ചോദിച്ചു. എന്നയെ തിറക്കി മിഠായിയാ ഹേ. അങ്ങനെ മിഠായിയെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി. കളർഫുള്ളാണ്, കുറച്ച് എന്താ ഖട്ടി എന്ന് പറഞ്ഞാൽ പുളിയുള്ളതാണ്, പിന്നെ കുറച്ച് സ്വീറ്റാണ്, സായിക്കദർ നല്ല രുചിയാണ്, ബഡി ദേർ തക് മൂമേ ടിക്തി ഹേ, അങ്ങനെ കുറേ നേരം ഇങ്ങനെ വായിൽ വെക്കാൻ പറ്റുന്നതാണ്, നല്ല സ്വീറ്റാണ്, ജൽദി നെഹി ഘുൽത്തി, വേഗം അലിയുന്നില്ല. बच्चे बड़े चाव से चूसते हैं. इन गुणों के सिवा ये खांसी भी दूर करती है. कितनी दूं, चपटी, गोल, पैलदार गोलियाम, पैसे की 16 देता हूँ. അങ്ങനെ കുട്ടികൾ നല്ലോണം അലിയിച്ച് കഴിക്കുകയും മിഠായി. അതുമാത്രമല്ല ചുമയ്ക്കും നല്ലതാണ്. നല്ല ഷേപ്പും പറഞ്ഞു, നല്ല ഫ്ലാറ്റ് ഉണ്ട്, ഗോലുണ്ട്, പിന്നെ അങ്ങനെ പെഹൽദാർ ഗോലിയാം എല്ലാ തരത്തിലുണ്ട്. 1 പൈസയ്ക്ക് 16 എണ്ണം കിട്ടും എന്നും കൂടെ പറഞ്ഞു. ദാദി ബോലി, 16 तो बहुत कम होती है, भला 25 तो देते. അങ്ങനെ 16 എണ്ണം വളരെ കുറവാണ്, 25 തരണ്ടേ എന്ന് പറഞ്ഞു. മിഠായി വാല, नहीं दादी अधिक नहीं दे सकता, इतना भी देता हूँ, यह मैं तुम्हें क्या, खैर मैं अधिक न दे सकूँगा. എനിക്ക് പക്ഷെ തരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പറഞ്ഞു. रोहिणी दादी के पास ही थी. बोली, दादी फिर भी काफ़ी सस्ता दे रहा है, 4 पैसे की ले लो, यह पैसे रहे. അങ്ങനെ 4 രൂപയ്ക്ക് മേടിച്ച് വളരെ കുറവാണ് അയാൾ കാശ് മേടിക്കുന്നത് എന്നിട്ടും എന്ന് പറഞ്ഞു. മിഠായി വാല മിഠായിയാം ഗിന്നിലക, അങ്ങനെ മിഠായി ഇങ്ങനെ എണ്ണിയെടുക്കാൻ തുടങ്ങി. तो 4 की दे दो. अच्छा 25 नहीं सही 20 ही दो. अरे हाँ, मैं बूढ़ी हुई, मोल भाव अब मुझे ज़्यादा करना आता भी नहीं. അപ്പോൾ എനിക്ക് പ്രായമായി, ഇനി എനിക്ക് 20 എണ്ണെങ്കിലും തന്നോളൂ, 16 വേണ്ട, 20 എണ്ണെങ്കിലും തന്നോളൂ എന്ന് പറഞ്ഞു. അരെ ഹാ മേ ബൂഢി ഹുയി, മോൽ ഭാവ് അബ് മുझे ज़्यादा करना आता भी नहीं. എനിക്ക് പ്രായമായി, എനിക്ക് കൂടുതൽ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനൊന്നും അറിയത്തുമില്ല, പറ്റത്തുമില്ല എന്ന് പറഞ്ഞു. कहते हुए दादी के पोपले मुँह से ज़रा सी मुस्कुराहट फूट निकली. ആ പല്ലുകളില്ലാത്ത ആ മുഖം, പോപ്പലെ മുँह, അതിൽ നിന്ന് ചെറിയൊരു ചിരിയും വന്നു. रोहिणी ने दादी से कहा, दादी इससे पूछो तुम इस शहर में और कभी भी आए थे या पहली बार आए हो. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ദാദി എന്ന് പറഞ്ഞു പിറകിൽ നിന്നിട്ട്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ അതോ ഇത് ആദ്യമായിട്ടാണോ എന്ന്. യഹാക്കെ നിവാസി തോ തും ഹോ നഹി, ഇവിടെ താമസിക്കുന്ന ആളൊന്നും അല്ലല്ലോ നിങ്ങൾ എന്ന് ചോദിച്ചു. दादी ने इस कथन को दोहराने की चेष्टा की थी कि मिठाई वाले ने उत्तर दिया. इन्हें പറയാൻ പോകുമ്പോഴേക്കും മിഠായി വാല ആൻസർ കൊടുത്തു. पहली बार नहीं और भी कई बार आ चुका हूँ. ഒരു പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. രോഹിണി ചിക്കി ആഠി സെ ബോലി, ഇങ്ങനെ ഘൂങ്കട്ടിട്ടിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു. പഹലെ യഹി മിഠായി ബേച്ചത്തെ ഹുവേ ആയേ थे या और कोई चीज़ लेकर. ഇങ്ങനെ സ്വീറ്റ് തന്നെയാണോ വിൽക്കാൻ വന്നത് അതോ വേറെ എന്തെങ്കിലും സാധനമാണോ എന്ന് ചോദിച്ചു. मिठाई वाला हर्ष, संशय और विस्मयादि भावों में डूबकर बोला, इससे पहले मुरली लेकर आया था और उससे भी पहले खिलौने लेकर. അങ്ങനെ അയാൾക്ക് സന്തോഷമുണ്ട്, സംശയം പോലെ, എന്തോ ഒരു അതിശയം പോലെ, അങ്ങനെ കാരണം ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്ന രീതിയിൽ ഇങ്ങനെ ഭാവമേ ഡൂബ്കർ ബോല, ഇതിന് മുമ്പും ഞാൻ വന്നിട്ടുണ്ട് ഫ്ലൂട്ട് വിൽക്കാനും പിന്നെ
കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനായിട്ട്. രോഹിണിക്ക് അനുമാൻ ടീക്ക് നിക്ല. അപ്പോൾ രോഹിണി ആലോചിച്ചതുപോലെ, അനുമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗസ് ചെയ്യുക അല്ലേ. അപ്പോൾ അബ് തോ വോ ഉസ്സെ ഓർ ഭി കുച്ച് ബാത്തേം പൂച്ച്നെ കെ ലിയെ അസ്ഥിർ ഹോട്ടി. അപ്പോൾ വീണ്ടും പേഷ്യൻസ് ഇല്ലാത്ത പോലെ എങ്ങനെയെങ്കിലും ഇത് അറിയണം എന്നൊരാഗ്രഹം അല്ലേ. അസ്ഥിർ ഹോട്ടന. ഇൻ വ്യവസായോ മേ ഭല തുമേ ക്യാ മിൽത്താ ഹോഗ. നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ വ്യവസായമൊക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടാകും എന്ന് ചോദിച്ചു. वह बोला मिलता भला क्या है, यही खाने भर को मिल जाता है और कभी नहीं भी मिलता, पर हाँ संतोष, धीरज और कभी कभी असीम सुख ज़रूर मिलता है और यही मैं चाहता भी हूँ. പറഞ്ഞ് എന്ത് കിട്ടാനാണ്, കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടും, ആ രീതിയിലുള്ള കാശ് കിട്ടും. കഭി നഹി ഭി മിൽത്ത, ചിലപ്പോൾ കിട്ടാറുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സന്തോഷവും പിന്നെ ആ മനസ്സിലൊരു സമാധാനം അല്ലെ, ധൈര്യവും പിന്നെ അസീം സുഖം, ഒരു അനന്തമില്ലാത്തൊരു സുഖം, അതായത് അത്രയ്ക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട്. ജറൂർ മിൽത്താ ഹെ ഓർ യഹി മേ ചാത്താ ബി, എനിക്കത് മതി എന്ന രീതിയിലാണ് പറയുന്നത്. സോ കേസ വബി ബത്താവ്, എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അവ്യർത്ഥ ഉൻ ബാത്തോം കി ക്യൂ ചർച്ച കറു, ഇതിനു വേണ്ടിയിട്ട് എന്തിനു വെറുതെ ഇങ്ങനെ എന്തിനു വേണ്ടി വെറും ചർച്ച ചെയ്യേണ്ടത്. ഉനി ആപ് ജാനേ ഹി ദേ ഉൻ ബാത്തോം കോ സുൻകർ ആപ്കോ ദുഃഖി ഹോഗ, അതൊക്കെ വിട്ടേക്കൂ, കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും വിഷമം തോന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ജബ് ഇത്നാ ബത്തായാ ഹെ തബ് ഓർ ബി ബത്താ ദോ, ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. मैं बहुत उत्सुक हूँ, എനിക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. തുമാരാ ഹർജ് ന ഹോഗ, ഒരു പ്രയാസവും ഇല്ല. മിഠായി മേ ഓർ ഭി ലേ ലൂങ്കി, ഞാനും എന്തെങ്കിലുമൊക്കെ മിഠായി ഇനിയും മേടിക്കാം എന്ന് പറഞ്ഞു. സ്വീറ്റ്സ് ഇനിയും മേടിക്കാം, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ല എന്ന രീതിയിൽ രോഹിണി മിഠായി വാലയെടുത്ത് ചോദിച്ചു. അതിശയ ഗംഭീരത കെ സാത്ത് മിഠായി വാലിനെ കഹ, നല്ല സീരിയസ് ആയിട്ട് അയാൾ പറഞ്ഞു. मैं भी अपने नगर का एक प्रतिष्ठित आदमी था, मकान, व्यवसाय, गाड़ी, घोड़े, नौकर चाकर सभी कुछ था. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു നല്ല പ്രതിഷ്ഠിത് ആദ്മി, അതായത് നല്ല നിലയിലുള്ള ഒരു ആളായിരുന്നു. നല്ല കാശും വ്യവസായവും പിന്നെ ഗാഡി ഘോടി വണ്ടികളും നോക്കർ ചാക്കർ ജോലിക്കാരും എല്ലാവരും ഉള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. ശരിക്കും സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ലോകമായിരുന്നു. ബാഹർ സമ്പത്തി കാ വൈഭവ് താ, ഭീതർ സാംസാരിക് സുഖ് താ. പുറത്ത് ആ സുഖം, കാശ്, എല്ലാ വൈഭവവും ഉണ്ടായിരുന്നു, സുഖസൗകര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ വീട്ടിലാണെങ്കിലോ നല്ല സാംസാരിക സുഖവും ഉണ്ടായിരുന്നു. സ്ത്രീ സുന്ദരിയായിരുന്നു, എൻ്റെ ജീവനായിരുന്നു. കുട്ടികളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ശരിക്കും സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ. അവരുടെ അട്കേലിയ, മുൻകെ അട്കേലിയോം കെ ബാരമേ മാരെ ഘർ മേ കോലാഹൽ മച്ചാ രഹത്താ. അവരുടെ കുസൃതികളും അവരുടെ കളികളും കാരണം വീട്ടിൽ മുഴുവനും ഇങ്ങനെ ബഹളമായിരുന്നു, നല്ല രസമായിരുന്നു അവിടെ. സമയക്ക് ഗതി വിധാതാക്കി ലീല, സമയത്തിൻ്റെ ആ ഗതി, അതുമാത്രമല്ല വിധാതയുടെ ആ വിധിയുടെ കളി, അതാണ്. അബ് കൊയ് നഹി ഹെ, ഇപ്പോൾ ആരുമില്ല. പ്രാൺ നിക്കാലെ നഹി നിക്കലെ, എനിക്ക് എൻ്റെ ജീവൻ മാത്രം ബാക്കി എന്ന രീതിയിൽ പറഞ്ഞു. इसलिए अपने उन बच्चों की खोज में निकला हूँ, वे सब अंत में होंगे तो यहीं कहीं. ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി ഇറങ്ങിയതാണ്. അവർ പുനർജന്മ, അതായത് അവർ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന അവരുടെ അവരിലാണ് ഞാൻ എൻ്റെ കുട്ടികളെ നോക്കുന്നത്, മറ്റു കുട്ടികളിലാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ മുഖം നോക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഗുൽ ഗുൽക്കർ മർത്ത, ഉസ്തര രഹത്ത തോ ഗുൽ ഗുൽക്കർ മർത്ത. അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അവരെ പറ്റി ഇങ്ങനെ ആലോചിച്ച് മരിച്ചു പോകും. ഇസ്തരം സുഖ് സന്തോഷ് കെ സാത്ത് മറൂങ്ക, ഇതാണെങ്കിലോ നല്ല സന്തോഷത്തോടെ ആയിരിക്കും എൻ്റെ മരണം. ഇസ്തര കെ ജീവൻ മേ കബി കബി അപ്നെ ഉൻ ബച്ചോं की एक झलक सी मिल जाती है. ഇങ്ങനെ ജീവിക്കുമ്പോൾ കുട്ടികളെ എന്തെങ്കിലും കളിപ്പാട്ടവും കുട്ടികൾക്ക് ഇഷ്ടമുള്ള മിഠായികളും ഒക്കെ ഇങ്ങനെ വിറ്റ് നടക്കുമ്പോൾ ആ കുട്ടികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. ऐसा जान पड़ता है जैसे वे इन्हीं से उछल कर हंस खेल रहे हैं इन्हीं में. അതായത് ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ അവരും തുള്ളിച്ചാടുകയാണ്, അവരും കളിക്കുകയാണ് എന്ന പ്രതീതിയാണ് എനിക്കുണ്ടാകുന്നത്. അവരുടെ ആ മുഖത്തിൽ, അവരുടെ ആ കളിയിൽ എൻ്റെ കുട്ടികളെയാണ് ഞാൻ കാണുന്നത്. पैसों की कमी थोड़ी ही है, आपकी दया से पैसे तो काफ़ी हैं. അങ്ങനെ കാശിൻ്റെ കുറവൊന്നും എനിക്കില്ല, കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഉപകാരം, എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. जो नहीं है इस तरह उसी को पा जाता हूँ. എന്താ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ ഞാൻ ഈ രീതിയിലാണ് അവരെ കണ്ടെത്തുന്നത്. रोहिणी ने अब मिठाई वाले की ओर देखा, उसकी आंखें आंसुओं से तर हैं. അങ്ങനെ മിഠായി വാലയുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ
അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. इसी समय चुन्नू मुन्नू आ गए. रोहिणी से लिपट कर आकर उसका आंचल पकड़कर बोले अम्मा मिठाई എന്ന് പറഞ്ഞു. രണ്ടുപേരും ചുന്നു മുന്നു എത്തിയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പക്കഡ്കർ പോലെ അമ്മ മിഠായി എന്ന് പറഞ്ഞു. അപ്പോൾ മുझसे ले लो यह कहकर तत्काल कागज़ की दो पुड़ियाँ, തത്കാൽ ഉടനെ തന്നെ രണ്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് പുടിയാം മിഠായിയും സെ ഭരി മിഠായി വാലേനെ ചുന്നു മുന്നുക്കോ ദേ ദിയ. അങ്ങനെ രണ്ടും ഇങ്ങനെ പാക്കറ്റായിട്ട് രണ്ട് കുട്ടികൾക്കും കൊടുത്തു. രോഹിണിനെ ഭീതർ സെ പൈസെ ഫെങ്ക് ദിയെ. കാശ് രോഹിണി അകത്തുനിന്ന് എറിഞ്ഞു തന്നെങ്കിലും മിഠായി വാലിനെ പേട്ടി ഉഠായി ഓർ കഹാ വേഗം ബോക്സ് എടുത്തിട്ട് പോയി. അബ് ഇസ് ബാർ യേ പൈസെ ന ലൂങ്ക എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ഈ കാശ് മേടിക്കത്തില്ല എന്ന് പറഞ്ഞു. ദാദി ബോലി അരെ അരെ നന അപ്നെ പൈസെ ലിയേ ജാ ഭയ്യ, വേഗം ഇത് കാശ് മേടിച്ചിട്ട് പോ ഭയ്യ എന്ന് പറഞ്ഞു ദാദി. തബ് തക് ആകെ ഫിർ സുനായി പടാ. വീണ്ടും എന്താ കേട്ടത്? ഉസി പ്രകാർ മാദക് മൃദുൽ സ്വരമേ, നല്ല നല്ല സ്വീറ്റ് സൗണ്ടിൽ, അതായത് ഇങ്ങനെ വീണ്ടും അയാൾ ഇങ്ങനെ വിളിച്ച് പോവുകയാണ്. ബച്ചോം കോ ബഹലാനെ വാല മിഠായി വാല എന്ന് ആ മാദക് മൃദുൽ സ്വരത്തിൽ ഇങ്ങനെ അയാൾ ഇങ്ങനെ വിളിച്ച് പോവുകയാണ് മുമ്പോട്ട്. മേല ഘോല കേച്ച ഇതൊക്കെ കുട്ടികൾ പറയുന്ന വാക്കുകളാണ്. അത് മേല എന്ന് പറഞ്ഞാൽ മേര, ഘോല എന്ന് പറഞ്ഞാൽ ഘോട, കേച്ച എന്ന് പറഞ്ഞാൽ കേസ, അങ്ങനെയാണ്. മാദക് എന്ന് പറഞ്ഞാൽ മസ്ത്, നല്ല എനർജിയോടെ മസ്തായിട്ട് നിൽക്കുന്നത്. ചന്തൽ എന്ന് പറഞ്ഞാൽ സുന്ദർ, അത് സുന്ദറിനെയാണ് ആ കുട്ടികൾ ചന്തൽ എന്ന് പറയുന്നത്. അസ്ഥിർ എന്ന് പറഞ്ഞാൽ ജോ സ്ഥിർ ന ഹോ, സ്ഥിരമായിട്ട് നിൽക്കുന്നത് അസ്ഥിർ. സ്നേഹാഭിഷിക് എന്ന് പറഞ്ഞാൽ പ്രേമേ ഡൂബാ ഹുവ, പ്രേമത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് അല്ലേ. കണ്ഠ് എന്ന് പറഞ്ഞാൽ ഗല, കഴുത്ത്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുശൽ, നല്ല മിടുക്കനാണ് എന്ന രീതിയിൽ ഉസ്താദ്. സാഫ എന്ന് പറഞ്ഞാൽ പഗടി, തൊപ്പി. പിന്നെ മൃദുൽ എന്ന് പറഞ്ഞാൽ കോമലമായത്, കോമൽ. ചിക്ക് എന്ന് പറഞ്ഞാൽ ഘൂങ്കട്ട്, ഇങ്ങനെ തലയിലൂടെ മൂടുന്ന തുണി മൂടുന്നതാണ് ഘൂങ്കട്ട്. പിന്നെ സ്മരൺ എന്ന് പറഞ്ഞാൽ യാദ്, ഓർമ്മിക്കുക. ഛജ്ജ എന്ന് പറഞ്ഞാൽ ഛത്ക ആകെ വാല ഭാഗ്, ഇങ്ങനെ റൂഫിന് ഇങ്ങനെ ഛത്ത്, അതായത് ടെറസിൽ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്ന ഭാഗത്തെയാണ് ഛജ്ജ എന്ന് പറയുന്നത്, ബാൽക്കണി എന്ന പോലെ. സോത്തിനി എന്ന് പറഞ്ഞാൽ പജാമ, പജാമയാണ്. അന്തർവ്യാപി എന്ന് പറഞ്ഞാൽ ബീച്ച് മേ ഫെലാ ഹുവ, നടുവിലിങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഉള്ള സ്ഥലം, അതിനാണ് ബീച്ച് മേ ഫെലാ ഹുവ, അന്തർവ്യാപി. പിന്നെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ പറയുന്നതാണ് ഹം. ലേന്തേ എന്ന് പറഞ്ഞാൽ ലേങ്കി, കുട്ടികൾ തന്നെ പറയുന്നതാണ്. ഇച്ക ഇസ്ക എന്നാണ് അതിൽ പറയുന്നത്. ഉല്ലി എന്ന് പറഞ്ഞാൽ മുരളി, മുരളി എന്ന് പറയുന്നതിന് പകരമാണ് അത് പറയുന്നത്. ഓൽ എന്ന് പറയുന്നത് കുട്ടികൾ ഓറിനെയാണ്. പിന്നെ ദുവണ്ണി എന്ന് പറഞ്ഞാൽ ദോവാണി. സ്നേഹസിക്ത് എന്ന് പറഞ്ഞാൽ പ്രേമേ ഡൂബാ ഹുവ, അതായത് സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നത്. ക്ഷീൺ എന്ന് പറഞ്ഞാൽ നഷ്ടഹോന, അതായത് പതുക്കെ പതുക്കെ ഇല്ലാതാകുക, മങ്ങുക, നഷ്ടപ്പെടുക. ആജാനുലംബിത്ത് എന്ന് പറഞ്ഞാൽ ഘുട്നോത്തക് ലംബി, അത് മുട്ടുവരെ നീളുന്നത്. കേശരാശി എന്ന് പറഞ്ഞാൽ ബാലോങ്ക സമൂഹം, ഇങ്ങനെ മുടിയെ ആണ് കേശരാശി എന്ന് പറയുന്നത്. മിഠായി വാല അലഗ് അലഗ് ചീസേം ക്യൂ ബേച്ച്താ താ ഓർ വ മഹീനോ ബാദ് ക്യൂ ആത്താ താ. കുറേ വെവ്വേറെ സാധനങ്ങളാണ് അയാൾ വിൽക്കാറുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം അയാൾ വന്നിരുന്നത്? മിഠായി വാല അലഗ് അലഗ് ചീസേं इसलिए बेचता था ताकि एक ही चीज़ बार बार मिलने से बच्चे ऊब न जाए, और वह महीनों बाद इसलिए आता था क्योंकि उसे सभी बच्चों के लिए चीज़ें इंतज़ाम करनी होती, इससे बच्चों में उत्सुकता भी बनी रहती थी. അതായത് അയാൾ വെവ്വേറെ സാധനങ്ങൾ വിൽക്കാൻ കാരണം എന്തായിരുന്നു? ഒരേ സാധനം കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവർക്കത് മതിയാകും, ഊബ്ന ജായ, അവർക്ക് മതിയാകാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് വരാനുള്ള കാരണം എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യാൻ വേണ്ടി, എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള അവരുടെ ഇഷ്ടത്തിലുള്ള അത്രയും നമ്പേഴ്സ് കിട്ടാൻ അത് അറേഞ്ച് ചെയ്യാനുമാണ്. പിന്നെ ഇസ് ബച്ചോമേ ഉത്സുകത ബി ബനി രഹത്തി, അതുകൊണ്ട് അവർക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കും. ആ റീസൺ കൊണ്ടാണ് അയാളിങ്ങനെ മാസം കഴിയുന്തോറും ഇങ്ങനെ വരാറ്. मिठाई वाले में वे कौन से गुण थे जिनकी वजह से बच्चे तो बच्चे बड़े भी उसकी ओर खींचे चले आते थे? മിഠായി വാലയുടെ എന്ത് ഗുണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ മാത്രമല്ല മൂത്ത പ്രായമുള്ള ആൾക്കാർക്ക് പോലും അയാളുടെ അടുത്ത് കൂടുതൽ അവർ അട്രാക്റ്റ് ആവുമായിരുന്നു? എന്തുകൊണ്ടെന്ന്. मिठाई वाला मादक मधुर ढंग से गाकर अपनी चीज़ें बेचता था तथा वह चीज़ों के दाम भी कम लेता था. മിഠായി വാല ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നത് നല്ല സ്വീറ്റ് വോയിസിൽ, അതായത് മാദക് മധുർ, നല്ല മസ്തായിട്ടുള്ള ആ വോയിസിലായിരുന്നു. മാദക് മധുർ ढंग से गाकर अपनी चीज़ें बेचता था, അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല സ്വീറ്റായുള്ള വോയിസിലാണ് അയാൾ വിളിച്ച് വിൽക്കാറുണ്ടായിരുന്നത്. അത് മാത്രമല്ല എല്ലാത്തിൻ്റെയും വിലയും അയാൾ കുറഞ്ഞ വിലയ്ക്കാണ് സാധനങ്ങൾ വിൽക്കാറുണ്ടായിരുന്നത്.
उसे बच्चों से बड़ा स्नेह था और कभी गुस्सा नहीं करता था. കുട്ടികളോട് വളരെയധികം സ്നേഹമായിരുന്നു. എന്നിട്ട് ദേഷ്യപ്പെടാതെയാണ് എല്ലാ കുട്ടികളോടും അയാൾ സംസാരിക്കാറും പെരുമാറാറും ഉണ്ടായിരുന്നത്. ഇൻ കാരണോ സെ ബच्चे तो बच्चे बड़े भी उसकी ओर खींचे चले जाते थे. അതുകൊണ്ടാണ് കുട്ടികൾ മാത്രമല്ല പ്രായമുള്ള ആൾക്കാർക്കും അയാളോട് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അയാളോട് ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നിയിരുന്നത്. विजय बाबू एक ग्राहक थे और मुरली वाला एक विक्रेता. दोनों अपने अपने पक्ष के समर्थन में क्या तर्क पेश करते हैं. വിജയ് ബാബു ഒരു ഗ്രാഹകൻ, അതായത് കസ്റ്റമർ ആയിരുന്നു. മുരളിവാല एक विक्रेता, വിൽക്കുന്ന ആളായിരുന്നു. दोनों अपने अपने पक्ष के समर्थन में क्या तर्क पेश करते हैं. അവരവരുടെ പക്ഷത്തിൽ അവരെന്ത് തർക്കമാണ്, അതായത് എന്ത് വാദമാണ് വയ്ക്കുന്നത്, എന്താണ് അവരവരുടെ പക്ഷത്തിൽ പറയുന്നത്. विजय बाबू एक ग्राहक के तौर पर तर्क देते हैं कि दुकानदार को झूठ बोलने की आदत होती है. सबको सामान एक ही भाव में देते हैं पर ग्राहक को दाम ज़्यादा बताकर बाद में कम कर देते हैं पर एहसान का बोझ डाल देते हैं. വിജയ് ബാബു പറയാണ്, ഗ്രാഹകരോട് കടക്കാർ അവരെപ്പോഴും കള്ളമാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേ വിലയ്ക്കാണ് അവർ സാധനങ്ങൾ കൊടുക്കാറ്. എന്നിട്ട് കസ്റ്റമറോട് കൂടുതൽ കാശ് പറയുകയും ചെയ്യും. എന്നിട്ട് പിന്നീട് കാശ് കുറയ്ക്കുന്നതായിട്ട് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് എന്തോ ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ അവർ പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മുരളിവാല एक विक्रेता के तौर पर कह देता है कि ग्राहक को सामान की असली लागत का पता नहीं होता. അതായത് ഗ്രാഹകന് ശരിക്കും ദുക്കാൻദാറിന് എത്ര ചിലവാകും എന്നത് അവർക്ക് ശരിക്കുമുള്ളത് അവർക്കറിയില്ല. എന്നിട്ട് ദുക്കാൻദാർ ഹാനി ഉठाकर सामान क्यों न बेचे पर ग्राहक को लगता है कि दुकानदार उसे लूट ही रहा है. ദുക്കാൻദാർ എത്ര നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ആ സാധനങ്ങൾ വിറ്റെങ്കിലും ഗ്രാഹകൻ, അതായത് കസ്റ്റമേഴ്സിന് തോന്നും എന്തോ കള്ളത്തരം കാണിക്കുകയാണ്, അവരുടെ അടുത്ത് നിന്ന് കാശ് കൂടുതൽ മേടിക്കുകയാണ് ദുക്കാൻദാർ എന്നാണ് എപ്പോഴും കസ്റ്റമേഴ്സിന് തോന്നുക എന്നാണ് ഖിലോനെ വാല പറയുന്നത്. ഖിലോനെ വാലെ के आने पर बच्चों की क्या प्रतिक्रिया होती थी. ഖിലോനെ വാല വരുമ്പോഴേക്കും കുട്ടികളുടെ എന്തായിരുന്നു പ്രതികരണം. ഖിലോനെ വാലെ के आने पर उसके मधुर आवाज़ से निकट के मकानों में हलचल मच जाती. അതായത് ചുറ്റുവട്ടമുള്ള ആ വീടുകളിലൊക്കെ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു തിരക്കിലായിരിക്കും എപ്പോഴും. ബच्चे पुलकित हो उठते, എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുമായിരുന്നു. वे पैसे लेकर मोल भाव करने लग जाते और खिलौने लेकर फिर उछल कूद करने लगते. അങ്ങനെ കാശ് എടുത്തിട്ട് വേഗം പോയിട്ട് എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേഗം കളിപ്പാട്ടം മേടിച്ചിട്ട് खिलौने लेकर फिर उछल कूद करने लगते, വീണ്ടും സന്തോഷത്തോടെ തുള്ളിച്ചാടുമായിരുന്നു. रोहिणी को मुरली वाले के स्वर से खिलौने वाले का स्मरण क्यों हो गया. രോഹിണിക്ക് മുരളിവാലയുടെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ കളിപ്പാട്ടം വിൽക്കുന്ന ഖിലോനെ വാലയുടെ ഓർമ്മ എന്തുകൊണ്ട് വന്നു. മുരളിവാലെ കാ സ്വർ രോഹിണി കോ ജാനി പഹചാനി സി ലഗി. എന്തോ എവിടെയോ കേട്ട പോലെ രോഹിണിക്ക് തോന്നി ആ ശബ്ദം. ഉസെ യാദ് ആയ कि खिलौने वाला भी इसी प्रकार मधुर कंठ से गाकर खिलौने बेचा करता था. ഇതുപോലെ മധുരമായ വോയിസിലാണ് ഖിലോനെ വാലയും ഇങ്ങനെ വിളിച്ച് പറയാറുണ്ടായിരുന്നത്. ഇതുപോലെയാണ് അയാൾ വിൽക്കാൻ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇസിലിയെ ഉസെ ഖിലോനെ വാലെ കാ സ്മരൺ ഹോ ഗയ. അതുകൊണ്ട് തന്നെ രോഹിണിക്ക് ആ കളിപ്പാട്ട് ഖിലോനെ വാലയുടെ ഓർമ്മ വന്നുപോയി. इसकी बात सुनकर मिठाई वाला भावुक हो गया था. उसने इन व्यवसायों को अपनाने का क्या कारण बताया. ആരുടെ സംസാരം കേട്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിന് തട്ടിയത്, അതായത് അയാൾക്ക് ഫീലായത് ആരുടെ സംസാരം കേട്ടപ്പോഴാണ്. ഉസ്നെ ഇൻ വ്യവസായം കോ അപ്നാനെ കാ ക്യാ കാരൺ ബതായ. ഈ വ്യവസായങ്ങൾ എന്തുകൊണ്ട് അയാൾ സ്വീകരിച്ചു എന്നതിന് എന്ത് കാരണമാണ് അയാൾ പറഞ്ഞത്. രോഹിണിക്ക് ബാത് സുൻകർ മിഠായി വാല ഭാവുക് ഹോ ഗയാ താ. രോഹിണിയുടെ ചോദിക്കുന്നത് കേട്ടിട്ടാണ് മിഠായി വാലയ്ക്ക് ഫീലായത്. ഉസ്നെ ബതായ कि उसके भी 2 बच्चे थे जो भी अब इस दुनिया में जो कि अब इस दुनिया में नहीं रहे, इसलिए उसने इस व्यवसाय को अपना लिया क्योंकि उसे अपने बच्चों की झलक दूसरों के बच्चों में मिल जाती है. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യവസായങ്ങൾ സ്വീകരിക്കാൻ കാരണം കുട്ടികളാണ്. തൻ്റെ 2 കുട്ടികളുണ്ടായിരുന്നു തനിക്ക്. ആ കുട്ടികൾ കാരണമാണ് ഞാൻ ഈ വ്യവസായം സ്വീകരിക്കാൻ കാരണം. ദുനിയാമേ നഹി രഹി, കുട്ടികൾ എൻ്റെ ഈ ജീവിതത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ കുട്ടികൾ.
അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് അവരുടെ ആ മുഖം മറ്റു കുട്ടികളിലാണ് അദ്ദേഹത്തിന് കാണപ്പെടുന്നത്. അതുകൊണ്ട് ബച്ചോं की झलक दूसरों के बच्चों में मिल जाती है. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും വ്യവസായമായിട്ട് അയാൾ സ്വീകരിച്ചു പോകുന്നത്. अब इस बार ये पैसे न लूँगा, कहानी के अंत में मिठाई वाले ने ऐसा क्यों कहा? എന്തുകൊണ്ട്, അതായത് അബ് ഇസ് ബാർ യേ പൈസേ ന ലൂങ്ക, ഇപ്രാവശ്യം ഞാൻ ഈ കാശ് മേടിക്കത്തില്ല എന്ന് മിഠായി വാല ഈ കഥയുടെ അവസാനം എന്തുകൊണ്ട് പറഞ്ഞു? कहानी के अंत में मिठाई वाले ने पैसे लेने से इसलिए मना कर दिया क्योंकि पहली बार किसी ने उसके दुख को समझने का प्रयास किया, साथ ही उसे चुन्नू मुन्नू में अपने ही बच्चे नज़र आए. उसे लगा कि वह अपने बच्चों को मिठाई दे रहा है. അപ്പോൾ ഈ കഥയുടെ അവസാനം മിഠായി വാല ഈ പൈസ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ആദ്യത്തെ ആളാണ് മിഠായി വാലയെ പറ്റി ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ക്യോങ്കി പെഹലി ബാർ കിസിനെ ഉസ്കെ ദുഃഖ് കോ സമജ്നെ കാ പ്രയാസ് കിയ, അയാളുടെ വിഷമത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇതാദ്യമായിട്ടായിരുന്നു. അതുമാത്രമല്ല ചുന്നു മുന്നുയിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളെയാണ് കണ്ടത്. അപ്പോൾ ബच्चों को मिठाई दे रहा है, उसे लगा कि वह अपने बच्चों को मिठाई दे रहा है, തൻ്റെ കുട്ടികൾക്കാണ് ആ മിഠായി കൊടുക്കുന്നതെന്നാണ് ആ സമയത്ത് खिलौने वाले के തോന്നിയത്. इस कहानी में रोहिणी चिक के पीछे से बात करती है. क्या आज भी औरतें चिक के पीछे से बात करती हैं? यदि करती हैं तो क्यों? आपकी राय में क्या यह सही है? ഈ കഥയിലെ രോഹിണി ഗൂങ്കട്ടിട്ടിട്ടാണ് പിറകിൽ നിന്നാണ് സംസാരിക്കുന്നത് പർദ്ദയുടെ. ക്യാ ആജ് ബി ഔറത്തെ ചിക്ക് പീച്ചെ സെ ബാത് കർത്തി, ഇപ്പോഴും അങ്ങനെയാണോ സ്ത്രീകൾ ചെയ്യുന്നത്? യദി കർത്തി ഹെ തോ ആപ്കി റായ് മേ ക്യാ യഹ് സഹി ഹെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയാണോ? शहरों में स्त्रियां चिक के पीछे से बात नहीं करती, परंतु आज भी गाँवों में तथा रूढ़िवादी परिवारों में इनका पालन होता है, क्योंकि ऐसा करना संस्कार के साथ साथ सम्मान के तौर पर भी लिया जाता है. അങ്ങനെ നഗരങ്ങളിലുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും ഓർത്തഡോക്സ് ഫാമിലീസിൽ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. കാരണം അത് സംസ്കാരത്തിൻ്റെ മാത്രമല്ല, സമ്മാനത്തിൻ്റെ, അതായത് റെസ്പെക്റ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് അവരങ്ങനെ ചെയ്യുന്നത്. മേരി റായ് മേ യ ബിൽക്കുൽ ബി ഉചിത് നഹി ഹൈ, എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. കാരണം ചൂങ്കി സ്ത്രീയോं के स्वतंत्रता के हनन करने जैसा है, അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. उनकी प्रगति को तो रोकता ही है, साथ देश की प्रगति में भी संकट पैदा करता है. അതായത് അത് സാധാരണ उनकी प्रगति को, അതായത് അവരുടെ പുരോഗമനത്തെ മാത്രമല്ല ദേശത്തിൻ്റെ പുരോഗമനത്തെയും കൂടെയാണ് ഇത് ബാധിക്കുന്നത്. ഭാഷ की बात. मिठाई वाला बोलने वाली गुड़िया, ऊपर वाला का प्रयोग. अब बताइए कि वाला से पहले आने वाले शब्द संज्ञा, सर्वनाम, विशेषण आदि में से क्या है और ऊपर लिखे वाक्यांशों में उनका क्या प्रयोग है? वाला से पहले आने वाला शब्द संज्ञा है, जैसे मिठाई और बोलना आदि. ऊपर वाले वाक्यांश में उनका प्रयोग किसी व्यक्ति और वस्तु के लिए हुआ है. മുകളിൽ വാല, അതായത് മിഠായി വാല അല്ലെങ്കിൽ ബോൽനെ വാലി ഗുഡിയ അല്ലേ. അപ്പോൾ അതിൽ വാല സെ പെഹലെ ആനെ വാല ശബ്ദ് സഞ്ജ, അതായത് നാമമാണ്, അതിന് വാല എന്നതിൻ്റെ മുമ്പിൽ വരുന്ന ശബ്ദം. പിന്നെ ഊപ്പർ വാലെ വാക്യാംശമേ ഉൻകാ പ്രयोग കിസി വ്യക്തി ഓർ വസ്തു കെ ലിയെ ഹുവാ, ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഊപ്പർ വാലെ വാക്യാംശമേ ഉൻകാ പ്രयोग, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു, മിഠായിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഗുഡിയ അല്ലേ, ഒരു വ്യക്തിയെ പറ്റി ആണ് അതിൽ വാല എന്ന ഉപയോഗം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.